കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 16, 15 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് 11 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് യേശു അരുളി ചെയ്തു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങളുണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. കർത്താവായ യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്കു സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ വായനകൾ നമ്മുടെ അനുദിന ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില വിഷയങ്ങൾക്കുള്ള ഒരു പരിഹാര മാർഗമാണ്. ആദ്യ വായനയിൽ നമ്മൾ കേട്ടു, കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ എളിമയോടെ നിൽക്കുക, തക്ക സമയത്ത് കർത്താവ് നമ്മെ ഉയർത്തും. എന്നിട്ട് കൂട്ടിച്ചേർക്കുന്നൊരു വചനം ഇതാണ്, കർത്താവ് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ശരിക്കും ഒരു വചനം നമ്മുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയാൽ തന്നെ നമുക്ക് വലിയൊരു ആശ്വാസമുണ്ട്. കാരണം പലപ്പോഴും ചില വിഷയങ്ങൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കാതെ വരുമ്പോൾ, പ്രതീക്ഷിച്ച സമയത്ത് ജീവിതത്തിൻ്റെ കാര്യങ്ങളൊന്നും പൂർത്തീകരിക്കപ്പെടാതെ വരുമ്പോൾ നമ്മൾ വല്ലാതെ അസ്വസ്ഥരാകും. അവസാനം ചിലപ്പോൾ നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും നമ്മൾ ചിന്തിക്കും, ദൈവം പോലും എൻ്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലല്ലോ, ദൈവത്തെ വിളിച്ചിട്ട് പോലും എൻ്റെ കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ലല്ലോ, ദൈവം പോലും എന്നെ കൈവിട്ടോ മറന്നോ എന്നൊക്കെയുള്ള ഒരു ആത്മാവിൻ്റെ രോദനം ചിലപ്പോൾ നമ്മളിലൊക്കെ വരാറുണ്ടാകാൻ സാധ്യതയുള്ള വിഷയങ്ങളാണ്. അപ്പോൾ അവിടെയാണ് പത്രോസിൻ്റെ ഒരു ശിഷ്യനായിരുന്നു മർക്കോസ്. അപ്പോൾ പത്രോസ്ലീഹ വളരെ കൃത്യമായിട്ട് യുവാക്കന്മാരോട് പറയുന്നൊരു കാര്യത്തിൽ പറയുകയാണ്. മർക്കോസ് ഒരു യുവാവായ സുവിശേഷകനായിട്ട് പത്രോസിൻ്റെ കൂടെ നടന്നതാണ്. അപ്പോൾ പറയുകയാണ്, നിങ്ങൾ കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴെ നിങ്ങൾ താഴ്മയോടെ നിൽക്ക്. ദൈവകരത്തിൽ ആ കരത്തിൻ്റെ കീഴെ എളിമപ്പെട്ട് താഴ്മയോടെ നിൽക്ക്. എന്നിട്ട് പറയാം, തക്ക സമയത്ത്, കർത്താവിൻ്റെ സമയത്ത് കർത്താവ് നമ്മൾ ഉയർത്തും. എന്നിട്ട് പറയാണ്, കർത്താവ് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിടേണ്ട വചനങ്ങളാണ്. എന്നിട്ടാണ് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് എളിമപ്പെട്ട് കർത്താവിൻ്റെ ആ കരത്തിൻ്റെ കീഴിൽ നിൽക്കണം എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് പത്രോസിലേക്ക് കൂട്ടിച്ചേർക്കുന്ന കാര്യങ്ങൾ. നിങ്ങളുടെ ശത്രു അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കി ചുറ്റി നടക്കുക. ഇവിടെ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിലുള്ള സംരക്ഷണത്തിൽ നിൽക്കണം. പിന്നെന്ത് ചെയ്യണം? വിശ്വാസത്തിൽ അവനെ എതിർക്കണം. ദൈവിക സംരക്ഷണത്തിലായിരിക്കുകയും വിശ്വാസത്തിൽ അവനെ എതിർക്കുകയും ചെയ്യണമെന്ന് പത്രോസ്ലീഹ തൻ്റെ ആദ്യ വായനയിൽ പറയുമ്പോൾ, സുവിശേഷത്തിൽ മർക്കോസ് എഴുതി വച്ചിരിക്കുന്ന ഇങ്ങനെയാണ്, വിശ്വസിക്കുന്നവരുടെ കൂടെ അടയാളങ്ങളുണ്ട്. അവർ മാരകമായത് എന്ത് കുടിച്ചാൽ അവർ ദഹിക്കില്ല, അവർ പാമ്പുകളെ കൈകളിലെടുക്കും. അപ്പോൾ ഇവിടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയെക്കുറിച്ച് മർക്കോസ് സുവിശേഷകൻ എഴുതി വെച്ചിരിക്കുക. അപ്പോൾ അടിസ്ഥാനപരമായ വിഷയം എന്താണെന്ന് വെച്ചാൽ, കർത്താവിലുള്ള നമ്മുടെ വിശ്വാസം, ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നിടത്താണ് അനുദിന ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ കർത്താവിനോടുള്ള ബന്ധത്തിൽ അതിജീവിച്ച് ഒരു ദൈവവേദനയിൽ മുന്നോട്ട് പോകാൻ പറ്റും. എല്ലാറ്റിൻ്റെയും കാതൽ നമ്മുടെ വിശ്വാസം തന്നെയാണ്. യേശുക്രിസ്തുവിലുള്ള ഒരുവൻ്റെ വിശ്വാസമാണ് ജീവിതത്തെ കൈപിടിച്ച് നടത്തുന്നത്. ജീവിതാനുഭവങ്ങളിൽ ഒരു ദൈവവേദനയിൽ മുന്നോട്ട് പോകാനുള്ള കരുത്ത് തരുന്നത് യേശുവിലുള്ള വിശ്വാസമാണ്. മനസ്സ് തളരുന്ന, ജീവിതമല്ലാതെ ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങളുടെ നടുവിലും പ്രത്യാശയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈശോയുടെ വചനങ്ങളാണ്, അവൻ്റെ വചസ്സുകളാണ്. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിലും അവൻ്റെ വാഗ്ദത്തങ്ങളിലും പൂർണ്ണമായും വിശ്വസിക്കുന്നിടത്താണ് ഇന്നിൻ്റെ എല്ലാ മനസ്സ് വിഷമിപ്പിക്കുന്ന, ജീവിതത്തെ തളർത്തുന്ന അനുഭവങ്ങളെ
അതിജീവിച്ച് ഒരു ദൈവ പൈതൽ മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ടാണ് പത്രോസ്ലീഹ അതിശക്തമായ ഭാഷയിൽ പറയുന്നത്, കർത്താവിന് നമ്മെക്കുറിച്ച് കരുതലുണ്ട്, അവൻ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഈ വചനം ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ഓരോ നിമിഷവും നമ്മെ കാണുന്ന, നമ്മെ കരുതുന്ന, നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ള ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നും ഉദ്ധിതനായ കർത്താവ് നമ്മുടെ കൂടെ നടക്കുന്ന ഈശോയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ നാം സ്വീകരിക്കുന്നത് അവൻ്റെ ശരീരവും അവൻ്റെ രക്തവുമാണെന്ന്, ഈശോയെ തന്നെയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാ അനുഭവങ്ങളെയും കർത്താവിനോടുള്ള സ്നേഹത്തിൽ വിശുദ്ധീകരിച്ച് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അവളുടെ കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.